ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബിരിയാണിയും കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രനും മക്കളും തിരിച്ചെത്തി. ഇപ്പം കാറിന് അകത്തുനിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മക്കൾക്ക് ചെറിയൊരു ഉപദേശം കൊടുക്കുകയാണ്. വൈജ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക, നിങ്ങളുടെ ഉത്തരവാദിത്തം പഠിക്കുക, അതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. അത് അമ്മയെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൾക്കെതിരെ മത്സരിച്ചുകൊണ്ടാകരുത്. അമ്മയും അച്ഛനും പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല വഴക്കുകളും നടക്കും. അതിലൊന്നും കയറി നിങ്ങൾ തലയിട്ട് നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം കളയാൻ നോക്കരുത് എന്ന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അച്ഛൻ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തോളാം അച്ഛാ, കുഴപ്പമില്ല ചെയ്തോളാം എന്നിങ്ങനെ പറയാണ്. ഏതായാലും എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാലചന്ദ്രനും മക്കളും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. ബാലചന്ദ്രനുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കളുടെ ബലം എന്ന് പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വായിജ അവിടെ കിടന്ന് പിള്ളേരെ എടുത്തിട്ട് മറിച്ചിട്ട് കുത്തിയേനെ. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വൈജ അവിടെ നിപ്പുണ്ട്, ഇവരെ കാത്തു തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരകത്തേക്ക് കയറി വന്നതും നമ്മുടെ വൈജു ചോദിച്ചു, അല്ല എന്താ കഴിച്ചത്, പോയിട്ട് എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു. നീ ബിരിയാണിയൊക്കെ കഴിച്ചോ, ബിരിയാണിയൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞോ എന്നുള്ള രീതി ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു, അതിന് ഞാൻ ബിരിയാണി അല്ലല്ലോ കഴിച്ചത്, ഞാൻ കുഴിമന്തിയാണ് കഴിച്ചത്. കുഴിമന്തി കഴിച്ചിട്ട് എന്റെ വയറ് നിറഞ്ഞു, എന്റെ വയറിന് പ്രശ്നമൊന്നുമില്ല, എന്റെ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബബിത അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം ബബിതയോട് ചോദിച്ചല്ല നീ എന്താണാവോ കഴിച്ചതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു, ഞാനൊരു കിംവദന്തി ഫ്രൈ കഴിച്ചു, ഇനിയിപ്പോ കൃഷ്ണ എന്താ കഴിച്ചതെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വായിജ ചോദിച്ചു, എന്താ കിംവദന്തി ഫ്രൈയോ, നീ എന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണോ? അതിപ്പം അമ്മേനെ കളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഇപ്പൊ കുരങ്ങ് കളിപ്പിക്കേണ്ട പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ, അത് അമ്മ തന്നെ കളിച്ചോണ്ടിരിക്കുവല്ലേ. ഓ ഹോ, ദേ നീ എന്താണ് വിചാരിച്ചത്, നീ അങ്ങോട്ട് എന്നെ മൂക്കി കയറ്റുവാണോ? ദേ ഞാൻ മൂക്കി കയറ്റുമൊന്നുമല്ല, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ ഒരു ദിവസം ബിരിയാണി മേടിച്ചു തന്നെന്ന് ഓർത്തോണ്ട് കണ്ടമാനം അങ്ങോട്ട് കയറി നെകളിക്കരുത് കേട്ടോ മോളെ. എന്റെ അടുക്കളയിൽ ഉള്ള ആഹാരം കഴിച്ചു തന്നെയാ നീ ഇത്രയും വളർന്നത്, നീ മാത്രമല്ല നിങ്ങൾ 3 പേരും. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, അല്ല അതിപ്പോ അല്ലെന്ന് ആരാ പറഞ്ഞത്? ഒരുത്തി അഹങ്കാര വർത്താനം പറഞ്ഞത് കേട്ടില്ലേ, കിംവദന്തി ചുട്ടു തിന്നെന്ന്. ഓ, എന്നും അച്ഛൻ വിളിച്ചോണ്ട് പോയി ഹോട്ടലിൽ നിന്ന് ഉരുട്ടി തരുവോ? ആ കാണുന്ന അടുക്കള വേഗണം, നിങ്ങളുടെ ആഹാരം കഴിക്കണമെങ്കിൽ അതിന് ഞാൻ തീരുമാനിക്കണം. ഓ, അമ്മ തീരുമാനിച്ചോ, നോ പ്രോബ്ലം, അതിന് ഞങ്ങൾ ആരും അങ്ങോട്ട് കൈകടത്താൻ വരുന്നില്ലല്ലോ. ഓരോന്നും ചെയ്യുമ്പോഴും എന്നെ തോൽപ്പിക്കുകയാണെന്നാ ഓരോന്നിന്റെ വിചാരം. തോക്കുന്നത് അവനവനും തന്നെ അന്ന് അറിയുന്നില്ലല്ലോ എന്ന്. ഇത് കേട്ടോണ്ട് നിന്നിട്ട് നമ്മുടെ രോഹിത്തിന് ചൊറിഞ്ഞു. രോഹിത് പറഞ്ഞു, ഇതിപ്പോ ഞങ്ങക്ക് പുറത്തു പോയിരുന്നൊരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ലെന്നാണോ? ഇത് വലിയ കഷ്ടമായി പോയല്ലോ. ആര് പറഞ്ഞു പുറത്തു പോയി ആഹാരം കഴിക്കണ്ടെന്ന്? കഴിച്ചോ, ആവോളം കഴിച്ചോ, എന്നും കഴിച്ചോളെന്നാ പറഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കണമെങ്കിൽ ഇനി ഞാൻ വെച്ച് വിളമ്പി ഉണ്ടാക്കി തരുന്ന ആഹാരമേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല സുനിത, ഇപ്പൊ വന്ന സുനിത, സർവന്റ് സുനിത, സുനിത എങ്കിൽ സുനിത, ഞാൻ പറയുന്ന അനുസരിച്ചാൽ മാത്രമേ ഇവിടെ ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ കൃഷ്ണമോളി ചോദിച്ചു, അല്ല ഇനിയിപ്പം അച്ഛനനുസരിക്കേണ്ടി വരുമോ? അപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, അനുസരിക്കേണ്ടി വരും, ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യവും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പം ബബിത പറഞ്ഞു, അച്ഛൻ എന്നാ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത്, അച്ഛനല്ലേ കുടുംബനാഥൻ, അച്ഛനൊന്നും പറയാനില്ലേ? അല്ല ആരോട് ഞാൻ പറയണം? അമ്മയോട്. അതിന് എനിക്ക് അമ്മയില്ലല്ലോ മക്കളെ, എന്റെ അമ്മ മരിച്ചു പോയില്ലേ, ഭാര്യയില്ല. ഭാര്യ ഭാര്യ എന്റെ മനസ്സിൽ നിന്ന് പണ്ടേ ഇറങ്ങിപ്പോയി, ഞാൻ പടി അടച്ചങ്ങോട്ട് പിണ്ടവും വെച്ചു. ഇറങ്ങിപ്പോയ എന്റെ മനസ്സിൽ നിന്ന് ഞാന് തിരിച്ചു കയറ്റിയിട്ടില്ല. അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറി വരാൻ പറ്റും, മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറണമെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കണമല്ലോ. ചോദിക്കാതെ കയറി വരാൻ പറ്റത്തില്ലല്ലോ. എന്റെ ഭാര്യ തിരിച്ചു കയറിയിട്ടുമില്ല, കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഇനി കയറാനും പോകുന്നില്ല. അപ്പൊ നമ്മുടെ വായിച്ചു ചെന്ന് ചോദിച്ചു, അല്ല അല്ല അപ്പം ഞാൻ പിന്നെ ആരാ? പ്രേതം. പ്രേതം എന്ന് പറഞ്ഞാൽ വെറും പ്രേതം. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഗതിയില്ലാതെ വന്നപ്പം ഞാൻ ഇല്ലാത്ത സമയം നോക്കി വീട്ടിലേക്ക് കയറി വന്നൊരു പുഴുത്ത പ്രേതം, അല്ലാതെ പിന്നെ നീ എന്താ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് വിട്ടടിച്ച് സ്റ്റെയർ കയറി മേളിലേക്ക് പോയിട്ടോ. വായിച്ച് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി, നിന്ന് അങ്ങോട്ട് ഉരുക്കി തീർന്നെന്ന് വേണമെങ്കിൽ പറയാം. അത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ വൈജയ്ക്ക് ഇപ്പൊ ഈ വിഷയം എടുത്തിരണ്ട, ഇവര് കഴിച്ചിട്ട് അകത്ത് കയറി പോയേനെ. നമ്മുടെ വൈജ തന്നെയാണ് എല്ലാം വരുത്തി വെക്കുന്നത്. ഏതായാലും വൈജയ്ക്ക് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കേണലദ്ദേഹത്തിനെയാ. കേണലദ്ദേഹം നല്ല ഫിറ്റിലാണ്, നല്ല ഫിറ്റിലും നല്ല മൂഡിലുമാണ്. അടിച്ചടിച്ചടിച്ചടിച്ചിപ്പോ എന്തോ ഒരു നല്ല മൂടൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേണലദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. അടുത്ത് പാവ ഔതക്കുട്ടീനെ വിളിച്ചിരുത്തിയിട്ടുമുണ്ട്. ഏതായാലും ഔതക്കുട്ടിയാണ് കേൾക്കേണ്ടത് ഇതെല്ലാം, നമ്മുടെ കേണലിന്റെ കഥാപ്രസംഗം. അങ്ങനെ കഥാപ്രസംഗം ആരംഭിക്കുകയാണ് നമ്മുടെ കേണല്.
നമ്മുടെ അലീന തന്നെയാണ് മാറ്റർ. പിന്നെ കുറെ നേരം നമ്മുടെ ഔതക്കുട്ടിയുടെ മുഖത്തേക്കൊക്കെ നോക്കിയൊക്കെ ഇരുന്നിട്ട് അടുത്ത കുപ്പിയും കൂടി എടുത്ത് ഊറ്റാൻ തുടങ്ങുക. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഔതക്കുട്ടി പിടിച്ചിട്ട് പറഞ്ഞു, നിർത്തടാ, മതി, നീ ഒത്തിരി ഇന്ന് കുടിച്ചു, ഓവറാണ്, മതി, നിർത്ത്, നീ പോയി കിടക്കാൻ നോക്കടാ, രാത്രി ഒരുപാടായെന്നാ ഞാൻ പറഞ്ഞത്. ഹോ, രാത്രി ഒരുപാടായെന്നോ? രാത്രി ഒരുപാടാകും. രാത്രി രാത്രി എത്ര രാത്രി കിടക്കുന്നു. രാത്രികൾ രാത്രിയുടെ വഴിക്ക് പോട്ടെ അപ്പച്ച, നമ്മളത് ഗൗനിക്കേണ്ട കാര്യമേ ഇല്ല. ഈ ഈ സ്റ്റാൻലി ഇത് കുടിച്ച് സ്റ്റാൻലിക്ക് ഇന്ന് സ്റ്റാൻലിയുടെ സന്തോഷം ഇങ്ങനെ തീർക്കണം. അല്ല, അപ്പച്ചന് ഒരെണ്ണോട് ഒഴിക്കട്ടെ? വേണ്ട, എനിക്ക് ആവശ്യമില്ല. അതെന്താ അപ്പച്ച, അപ്പച്ചൻ ഒരെണ്ണം കൊണ്ട് നിർത്തിയത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അപ്പച്ചൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പച്ച മരിച്ചു സ്വർഗത്തിലേക്ക് പോകുമ്പം ദേ ഈ സാധനം അവിടെ കിട്ടത്തില്ല. അവിടെ ഇതില്ല, അവിടെ ബിവറേജ് ഇല്ല, ബാറില്ല, സോഡ ഇല്ല, ഐസ് ഇല്ല, ഗ്ലാസ് ഇല്ല, ടച്ചിങ്സും ഇല്ല. അപ്പൊ പിന്നെ ഇപ്പൊ കുടിച്ചില്ലേ എപ്പ കുടിക്കാനാ അപ്പച്ച? ഇവിടെ നിന്ന് ഇതൊക്കെ പെട്ടിക്കകത്ത് വെച്ച് അങ്ങ് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു രക്ഷയും ഇല്ല. ദേ ലാലിച്ച, നീ ഇപ്പൊ തന്നെ നല്ല ഫിറ്റാണ്. ഇനി ഒരു തുള്ളി പോലും നീ കുടിക്കേണ്ട, അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഈ ലാലിച്ചൻ കുടിക്കും. ഞാൻ ആദ്യം ചോദിച്ചതിന്റെ ഉത്തരം അതെനിക്ക് കിട്ടണം. അപ്പച്ചൻ എന്തുകൊണ്ട് ദേ ഒരെണ്ണം അടിച്ചിട്ട് നിർത്തി? അതിന് ആൻസർ താ. അല്ല, ഞാൻ പറയട്ടെ, ചിന്നമ്മേനെ പേടിച്ചിട്ടാണോ? ചിന്നമ്മേനെ പേടിച്ചിട്ടല്ലേ? ഓ, ഒറിജിനൽ ചിന്നമ്മേനെ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെയല്ലേ ചിന്നമ്മയുടെ വോട്ടാക്കൂപ്പി. എന്റെ പട്ടി പേടിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, ഒറിജിനൽ ചിന്നമ്മ ഇവിടെ ഉള്ളത് തന്നെയാ. അപ്പച്ചനും അപ്പച്ചന്റെ ചിന്നമ്മയും പിന്നെ ഞാനും കൂടെ ചേർന്നിട്ടുണ്ടായപ്പോൾ ഒരു ഉഗ്രൻ ചിന്നമ്മ. ദേ, നമ്മുടെ മറ്റേ ചിന്നമ്മ വേറൊരു വീട്ടിൽ നിന്ന് വന്നതല്ലായിരുന്നോ? പക്ഷെ ഈ ചിന്നമ്മ നമ്മുടെ ഒറിജിനൽ കൊട്ടാരം മറ്റത്തിൽ വീട്ടിൽ നിന്നുണ്ടായ ചിന്നമ്മയാണ്. ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം ചിന്നമ്മയാ, സ്വന്തം ചിന്നമ്മ. കൊട്ടാരം മറ്റത്തിൽ സ്റ്റാൻലി ജോസഫിന്റെ മകൾ ചിന്നമ്മ. അവളപ്പം നമ്മുടെ സ്വന്തം അല്ലേ? അപ്പോഴത്തേക്ക് ഔതക്കുട്ടി പറഞ്ഞു, ലാലിച്ച, നിനക്ക് നല്ലതുപോലെ തലക്ക് പിടിച്ചു, മതി, ഇനി നീ പോയി കിടക്കാൻ നോക്ക, വേണ്ട, കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞപ്പോ അപ്പച്ചൻ ദേ എന്നെ അങ്ങനെ കിടത്താൻ നോക്കണ്ട, സ്റ്റാൻലി അങ്ങനെ കിടക്കത്തില്ല, കിടക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. അപ്പച്ചൻ എന്തുകൊണ്ടാ ഒരൊറ്റ ഓർണത്തിൽ മതിയാക്കിയത്? അത് എന്തുകൊണ്ടാണ് അപ്പച്ചൻ മതിയാക്കിയത്? ഒരു പെഗും കൂടി അടിക്കാൻ മേലാഞ്ഞിട്ടാണോ അപ്പച്ചൻ നിർത്തിയത്? അല്ലല്ലോ, ഒരിക്കലും അല്ല. ദേ എനിക്കറിയണം അപ്പച്ച, എനിക്ക് അപ്പച്ചന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണം. ഓ, അലീനയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ അപ്പച്ചൻ കുടിക്കാത്തത്, അപ്പച്ചൻ നിർത്തിയത്? കൊമ്പം മീശ വെച്ചോണ്ടിരിക്കാൻ നാണമില്ലേ അപ്പച്ചന് എന്ന് പറഞ്ഞു ഭയങ്കര ചിരി നമ്മുടെ സ്റ്റാൻലി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്ക് മാത്രം ഫിറ്റ് ആയി പോയി പുള്ളിക്കാരൻ. ഇതുവരെ ഇത്രയും ഫിറ്റായ ഒരു സ്റ്റാൻലിയെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടി പതുക്കെ വന്ന് സ്റ്റാൻലിയുടെ പുറകിൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ നമ്മൾ കണ്ടമാനം കുളിച്ചിട്ട് ആടി കുഴഞ്ഞു ചെന്നാൽ ആർക്കാ ഇഷ്ടപ്പെടുന്നത്? അലീനയ്ക്കെന്നല്ല, ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എടാ ലാലിച്ച, എടാ മോനെ, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്. ദേ, നമ്മള് അവളുടെ മുമ്പില് നമ്മുടെ വില കളയരുത്. പിന്നെ അവക്ക് നമ്മളോടൊരു മതിപ്പ് തോന്നുവോ? ഇല്ല. നമ്മളോടൊരു വില തോന്നുവോ? ഇല്ല. ആ വില കളയരുതെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, അപ്പച്ചൻ ഇപ്പം ചിന്നമ്മയുടെ മതിപ്പ് കിട്ടിയിട്ടേ എന്നാത്തിനാ? പുഴുങ്ങി തിന്നാനോ? അതോ ആവി കയറ്റിയിട്ട് പുഴുങ്ങി തിന്നാനോ? എന്നാത്തിനാന്ന്? അത് പിന്നെ നമ്മളോട് സ്നേഹമുള്ള മതിപ്പും ബഹുമാനവും നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ദേ നമ്മള് ആ ലെവലിൽ നിൽക്കണം ലാലിച്ച. ഓക്കെ, ഏറ്റു, സമ്മതിച്ചു. ദേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വേറെ ഒരു കാര്യമാണ്, അത് ഇച്ചിരി സീരിയസ് ആണ്. മിനിഞ്ഞാന്ന് തിരിച്ചു പോകാൻ പ്ലാൻ ഇട്ട അപ്പച്ചൻ എന്തിനാണ് പുനലൂർക്ക് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? അതെ, എനിക്ക് ഇവിടുന്ന് കുറച്ച് കൂറുന്തോട്ടി വേര് പറിച്ചോണ്ട് പോണമായിരുന്നു. വാദത്തിന്. ഓ, ഭൂതത്തിന് ദേ എന്ന് പോ അപ്പച്ച, കുറുന്തോട്ടി വേര് പറിക്കാൻ നടക്കുന്നു. അപ്പച്ചന്റെ വിചാരം, അപ്പച്ചന്റെ കള്ളത്തരം ആർക്കും മനസ്സിലാകത്തില്ലെന്നാ. പക്ഷേ അത് ഈ ലാലിച്ചൻ അറിയാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങോട്ടുള്ള വഴി എന്റെ കൂടെ ഇരുന്ന് 3-4 ദിവസം പെഗടിക്കാനായിരിക്കും ഈ വഴിയെ വന്നതെന്നാ.
ആ അപ്പച്ചനെ ദേ ഇപ്പൊ ഒന്നും വേണ്ട. അപ്പച്ചൻ ഇപ്പൊ ഇതിനേക്കാളൊക്കെ വലുത് ദേ അലീനയാണ്, അലീന. അപ്പച്ചന്റെ ചിന്നമ്മയാണ് വലുത് അല്ലേ? അതല്ലേ അപ്പച്ചന് വലുത്? കൊച്ചു കള്ള കൊമ്പം മീശക്കാരാ, സത്യം പറ. ദേ ലാലിച്ച, നിനക്ക് ലെവലില്ല. നീ ഒന്നും പറയണ്ട, നീ പറയാതിരിക്കുന്ന നല്ലത്. നീ ഒന്നും എന്നോട് ചോദിക്കണ്ട. അല്ല, അപ്പച്ചന് സത്യം പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ചിന്നമ്മയെ ഇഷ്ടമായിട്ടാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എനിക്കറിയാം, ബുദ്ധിമുട്ട് കാണും. ദേ ചിന്നമ്മ ആരാണെന്നറിയാമോ? അവളെന്റെ പ്രിൻസസാ. അവക്ക് ഞാൻ പുതിയ പേരിട്ടു, പ്രിൻസസ്. അവളെ ഇപ്പം കൊളുത്തുപുഴയിൽ വന്ന എന്റെ പ്രിൻസസ് ആണ്. ദേ ഈ കൊളുത്തുപുഴയിൽ ആരും ഇല്ലാതിരുന്ന ഈ വീട്ടില്, ആരും ഇല്ലാതെ ദ്രവിച്ചു കിടന്ന ഈ മനസ്സില് ഇപ്പം ആരാ ഉള്ളതെന്നറിയാമോ? പ്രിൻസസ്, എന്റെ പ്രിൻസസ്. ഞാന് അവളെ കൂട്ടിക്കൊണ്ട് നടന്ന് ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കും. ഓ, അത് കൊള്ളാം, നല്ല കാര്യം. എന്നെ കൂടെ കൊണ്ടുപോകോ ലാലിച്ച? എന്നെ കളിയാക്കുമൊന്നും വേണ്ട, ഞാൻ സത്യമാ പറഞ്ഞത്. ആരെയും കൊണ്ടുപോകത്തില്ല. ഞാനും എൻ്റെ പ്രിൻസസും മാത്രം, ഞാനും എൻ്റെ മോളും മാത്രം, അപ്പനും മോളും മാത്രം ഞങ്ങൾ ആകാശത്തൂടെ പറക്കും. മഞ്ഞുമലയിൽ കൂടി ഓടും. അതുപോലെ തന്നെ കര കാണ കടലിൽ നീന്തി നീന്തി തുടിക്കും. അങ്ങനെ അങ്ങനെ പല പല ആഗ്രഹങ്ങളും ഉണ്ട്. ഓ, ഇതൊക്കെ വല്ല നടക്കുന്ന ആഗ്രഹങ്ങളാണോ? നാളെ കെട്ടിറങ്ങുമ്പോ ഇതൊക്കെ മറക്കുവോ? ഇതൊക്കെ മറന്നു പോവോ? ഞങ്ങളുടെ ലോകം ചുറ്റൽ കണ്ടിട്ടില്ല അപ്പച്ചൻ. ഞാൻ ലോകം ചുറ്റി തിരിച്ചു വന്നാൽ ഉടൻ എൻ്റെ രാജകുമാരിയുടെ കല്യാണം രാജകീയമായിട്ട് നടത്തും. ഏതെങ്കിലും ഒരു കോടീശ്വരായ ക്രിസ്ത്യാനി ചെറുക്കൻ അവളുടെ കഴുത്തില് മിന്നു കെട്ടും, എന്റെ പ്രിൻസസിന്റെ കഴുത്തില്. എടാ ലാലിച്ച, അതൊക്കെ വേണ്ട കാര്യമൊക്കെ തന്നെയാണ്. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ദേ അപ്പച്ചന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒരു കുറവും ഉണ്ടാകരുത്. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ട് വന്നതാ എന്റെ മോള്, ഒരുപാട് സങ്കടങ്ങള്. അവൾ 10-23 വർഷക്കാലം അനാഥാലയത്തിൽ കഴിഞ്ഞതാ. ഇനിയെങ്കിലും അവള് സന്തോഷമായിട്ട് ജീവിക്കണം. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ നിനക്ക് അലീന മാത്രമല്ല മോളായിട്ടുള്ളത്, വേറെ മക്കളുണ്ടെന്നുള്ള കാര്യം നീ മറന്നേക്കരുത്. വേറെ മക്കള് എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അവരെ പോലെയാണോ അപ്പച്ച എന്റെ അലീന? ഒരിക്കലും അവരെ പോലെ അല്ല. ദേ 23 വർഷം എന്റെ മോൾക്ക് ആരും ഇല്ലായിരുന്നു. അവള് ഒരു അനാഥാലയത്തിൽ അനാഥയായിട്ട് അവള് വളർന്നു. ജനിച്ചപ്പോ മുതൽ അവള് എവിടെയായിരുന്നെന്ന് അറിയായിരുന്നോ അപ്പച്ചന്? എടാ, നീ ഇനി കുടിക്കണ്ടടാ, മതിയടാ കുടിച്ചത്. ഇനി നീ ഇങ്ങനെ കിടന്ന് സംസാരിച്ച് വെറുതെ രാത്രി ഇങ്ങനെ ഇരുട്ടി നേരം വെളുപ്പിക്കാതെ. മതി എങ്കിൽ മതി, ഞാൻ നിർത്താൻ പോവാന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചു. പക്ഷേ നമ്മുടെ ലാലിച്ചന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങ് വീണു പോവാണ്. അപ്പം നമ്മുടെ വല്യപ്പച്ചൻ ചെന്ന് പിടിച്ചു കേട്ടോ ഉദക്കുട്ടി. അപ്പോഴത്തേക്കും സ്റ്റാലിന് പറഞ്ഞു, വേണ്ട, ആരും എന്നെ പിടിക്കണ്ട, ആരും ഇതുവരെ എന്നെ ഒരു കൈ താങ്ങിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാ ജീവിച്ചത്, ഇനി അങ്ങോട്ടും ഒറ്റയ്ക്ക് തന്നെ ഈ സ്റ്റാൻലി, ഈ ലാലിച്ചൻ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ വിടെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ നടന്ന് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പ്രിൻസ് രാജകുമാരി, എന്റെ മോള് പ്രിൻസസ്സാ, ഞാൻ അവളെ രാജകുമാരി പോലെ വളർത്തും, അവൾ എന്റെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞാണ് റൂമിലേക്ക് പോയത്. ഏതായാലും ഈ സമയം നമ്മുടെ ഔദക്കുട്ടി എന്ത് ചെയ്തു? അലീനെ എന്നെടുക്കുമെന്ന് അറിയില്ല, അലീനയുടെ റൂമിലേക്ക് ചെന്ന് ഇങ്ങനെ വാതിലിൽ ഇങ്ങനെ മുട്ടുവാണ്, മോളെ മോളെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു, വാതിൽ തുറന്നുമില്ല അലീന. വാശിക്ക് അവിടെ ഇരിക്കാൻ കേട്ടോ, വാശി ഇച്ചിരി കൂടുതല അലീനയ്ക്കും. അപ്പോഴത്തേക്കും വാതിൽ തുറന്നിട്ട് ഔദക്കുട്ടി ചോദിച്ചു, അല്ല മോൾ ഉറങ്ങിയില്ലേ? എന്താ മോൾ ഇതുവരെ ഉറങ്ങാത്തത്? മോളെന്താ വാതിൽ തുറക്കാത്തത്? അപ്പോഴത്തേക്ക് നമ്മുടെ അലീന മിണ്ടുന്നില്ല. അലീന ഇങ്ങനെ കിറുവിച്ച മുഖമൊക്കെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഔദക്കുട്ടിക്ക് മനസ്സിലായ കാര്യം എന്താന്ന്. എന്നാലും ഔദക്കുട്ടി അകത്തേക്ക് കയറി വന്നു. ഔദക്കുട്ടി അകത്തേക്ക് കയറി വന്നിട്ട്, എന്ത് പറ്റി? എന്താ മുഖത്തൊരു വൈക്ലഭ്യം? എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തോ ഉണ്ടല്ലോ, അത് ഈ മുഖത്ത് നോക്കുമ്പോ അറിയാലോ. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, എന്നാ പറ്റാനാ? തീർന്നോ കള്ളുകൂടി? അത് ഞാന് അങ്ങനെ കണ്ടമാനം ഒന്നും കഴിച്ചില്ലെന്നേ. ഒരെണ്ണം ഒരൊറ്റ പെഗ്ഗില് ഞാൻ അങ്ങോട്ട് നിർത്തി, അത്ര ഉള്ളന്നേ. ലാലിച്ചൻ പിന്നെ ഒഴിക്കാൻ എടുത്തതാ, ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അല്ല, എന്തിനാ വല്യപ്പച്ച ഇങ്ങനെ കുടിച്ച് നശിക്കുന്നതെന്ന് ചോദിക്കത്തില്ലായിരുന്നോ? സ്വന്തം മോനല്ലേ. അത് പിന്നെ അവൻ മിലിറ്ററിയിലായിരുന്നപ്പം തുടങ്ങിയതാന്നേ, പിന്നെ അങ്ങോട്ട് നിർത്താൻ പറ്റിയില്ല. ഞാൻ കുറെ പറഞ്ഞു നോക്കിയതാ, ഇന്നും ഉപദേശിച്ചു, ലാലിച്ച ഇങ്ങനെ കുടിക്കരുത്, ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്, ആ ഒരു ഓർമ്മ വേണം എന്നൊക്കെ. എങ്ങനെ? അവൻ അതൊന്നും ഒരു വിഷയമല്ല. എന്നാ ചെയ്യാനാ?
അല്ല, വല്യപ്പച്ചനും കൂടെ പോയി ഇരുന്നിട്ടല്ലേ? അത് പിന്നെ ഞാൻ വർത്താനം പറയാൻ വേണ്ടി പോയിരുന്നതല്ലേ മോളെ. ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെയാണല്ലോ. അത് പിന്നെ ഞാനില്ലെങ്കിലും അവൻ കുടിക്കും, രാവിലെ തുടങ്ങും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടത്തെ മാതിരി ഈ ചങ്കും കരളും കൂമ്പും ഒക്കെ ഊറ്റിക്കളയുന്ന സാധനമല്ല അവൻ കഴിക്കുന്നത്. വില കൂടിയ സാധനം ഫോറിനീന്ന് വരുത്തുന്നതാ. അതുകൊണ്ട് കുഴപ്പമില്ലെന്നേ. ഓ, എന്താണെങ്കിലും മദ്യല്ലേ, ആൽക്കഹോൾ എന്ന് തന്നെയല്ലേ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കുപ്പിയിലും എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ ഇല്ല, അങ്ങനെ എഴുതിയിട്ടില്ലെന്നേ. അവരുടെ മദ്യത്തിന് വിഷം തീരെ കുറവാ പുറത്തുനിന്ന് വരുന്നത്. ഓ, എന്നിട്ട് കുടിക്കേണ്ട പോലെയാണോ കുടിക്കുന്നത്? അവന് ഇങ്ങനെ ഗ്ലാസ് നിറച്ചു വെച്ചിട്ട് ഒറ്റ വലിക്കൊന്നും കുടിക്കത്തില്ലെന്നേ. അങ്ങനെ കുടിക്കുവല്ല, കുറേശ്ശെ 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 എടുത്ത് ഊറ്റി രുചിച്ച് രുചിച്ച് അങ്ങനെ കുറേശ്ശെ കരളും ദ്രവിച്ചോണ്ടിരിക്കും. അങ്ങനെ കരള് ദ്രവിച്ചു പോയിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ഇരിക്കുവോ? അവൻ ഇപ്പൊ ജീവനോടെ ഉണ്ടാവുമോ? ഓ, പുറമെ കാണുന്ന പോലെയാണ് വല്യപ്പച്ച എല്ലാവരുടെ അകം സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്. പലരും പെട്ടെന്ന് വീണു പോകുന്നില്ലേ? എന്തെല്ലാം അവയവങ്ങളുണ്ട് നമ്മുടെ വയറിനകത്ത്. അതിനെല്ലാം കേട് വരുത്തുന്ന സാധനമല്ല ഈ കുടിക്കുന്നത്. മരുന്നല്ലല്ലോ. മരുന്നാണോ കുടിക്കുന്നത്? ഓ അല്ല മോളെ, ഞാൻ സമ്മതിച്ചു, മരുന്നല്ല. പക്ഷെ ലാലിച്ചന് ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ട്. മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. അത് 6 മാസം കൂടുമ്പോ ചെയ്യും. ഇതുവരെ ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. നല്ല ആരോഗ്യമുള്ള സമയത്ത് കുഴപ്പമില്ലെന്ന് വെച്ച് ഇനി കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഒരു സാധ്യതയില്ലേ? അങ്ങനെയാണോ പറയുന്നത്? ഓ, അങ്ങനെ ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞു ഇഷ്ടംപോലെ അങ്ങോട്ട് കുടിച്ചോളാന്? അങ്ങനെ ഒരു ഡോക്ടറും പറയത്തില്ലല്ലോ മോളെ. പ്രായം കൂടുന്തോറും ആരോഗ്യം ക്ഷയിക്കും. അതോ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കുവോ? ഇല്ല, മോള് പറയുന്നത് ശരിയാ, ക്ഷയിക്കും. ഇതും ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന സാധനമല്ലേ? ഒരു സംശയമില്ല. ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പം തന്നെയാണ്. പ്രായം കൂടുമ്പോ മദ്യത്തിന്റെ അളവ് കൂട്ടുവാണോ കുറയ്ക്കുവാണോ വല്യപ്പച്ച ചെയ്യേണ്ടത്? ഒരു സംശയമില്ല മോളെ, കുറയ്ക്കണം. അപ്പൊ വല്യപ്പച്ചന്റെ മകൻ ലാലിച്ചൻ കുറയ്ക്കുന്നുണ്ടോ? ഇല്ല, അവൻ കുറയ്ക്കുന്നില്ല. അതല്ലേ ഞാനും ഈ പറയുന്നത്. വല്യപ്പച്ചന് മനസ്സിലാവുന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് പ്രായമായി നീ പറയുന്ന പോലെ. ഞാൻ കുടിയും കുറച്ചു. വല്യപ്പച്ചന്റെ മകനും കുടി കുറയ്ക്കണം. നമുക്ക് പറയാന്നല്ലാതെ കയ്യെ കയറി പിടിക്കാൻ പറ്റുമോ മോളെ? വളർന്നില്ലേ? അടയ്ക്കാമരം അല്ലല്ലോ, അടയ്ക്കല്ലല്ലോ, അടയ്ക്കാമരം ആയില്ലേ? ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? കുറെ കറുത്ത പട്ടികളുടെ കൂടെ ഒരു വെളുത്ത പട്ടി അല്ലേ ഞാന്? പിന്നെ ആരാ ഞാൻ ഇവിടുത്തെ? അപ്പോഴത്തേക്ക് നമ്മുടെ വല്യപ്പച്ചൻ നിന്ന് എന്നൊരു ചിരിയൊക്കെ ചിരിക്കുകയാണ് അലീനയുടെ ഈ വർത്താനം കേട്ടപ്പം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ. ടാറ്റാ, ബൈ ബൈ.